ഹായ് മക്കളെ, AK ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം 9ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് മാറി. ഈ മാറ്റം നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടും അത് നമ്മൾ പറയാൻ പോകുന്നത്. ചില കുട്ടികളെങ്കിലും അവെയർ ആയിരിക്കും. പുതിയൊരു സിലബസിലേക്ക് മാറുന്ന സമയത്ത് അതിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, ആ ടെക്സ്റ്റ് ബുക്കിൽ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ആ മാറ്റങ്ങൾ എന്നെ കുഴപ്പിക്കുമോ എന്ന് ചില കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ ആ കൂട്ടത്തിലാണോ? ഒരുപക്ഷെ ആയിരിക്കും. ഇനി ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, ആ മാറ്റങ്ങൾ നിങ്ങളെ എങ്ങനെ ബാധിക്കും, അതാണ് പറയാൻ പോകുന്നത്. ഞാൻ മുൻപേ തന്നെ പറയാണ്, ഇനി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് പഠിക്കണം. വേണ്ടേ? നല്ല മാർക്ക് വാങ്ങേണ്ടതുണ്ട്. സാധാരണ കേൾക്കുന്ന സ്ഥിരം പല്ലവിയാണ് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, പ്രത്യേകിച്ച് ഫിസിക്സ് കട്ടിയാണെന്ന്. അത് കട്ടിയാണോ എന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നോക്കൂ, 9ലെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊന്നും ഓർത്തെടുക്കുന്നുള്ള കാര്യമാണ്. കാരണം ഇതിൻ്റെ ബാക്കിയായിരിക്കും നമ്മളിവിടെ പഠിക്കുന്നത്, 9ൽ പഠിക്കുന്നത്. ആദ്യ ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ മോഷൻ ആണ്. ഒന്ന് ഓർത്ത് വെച്ചോളൂ, ഏതാണ്? മോഷൻ. 4ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിസം. അതിനു മുമ്പ് 3ാം ചാപ്റ്റർ ഫോഴ്സ്. അതും ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇനി 5ാമത്തെ ചാപ്റ്റർ ഏതാണ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറേഴ്സ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഭംഗിയായി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, സാർ എന്തിനാണ് ഈ ഒരു 8ലെ കാര്യം പറഞ്ഞതെന്ന്? കാരണമുണ്ട്, പറഞ്ഞു തരാം. ഒരു കാര്യം ചെയ്യട്ടെ, 9ൽ നിങ്ങൾ പഠിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ പഴയ ടെക്സ്റ്റ് ബുക്ക്, ഈ ടെക്സ്റ്റ് ബുക്കാണ് മാറിയത്. അതിലെ ആദ്യ ചാപ്റ്ററിന്റെ പേരാണ് ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ദ്രവബലങ്ങൾ. ഈ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോഴില്ല, അത് മാറിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചിലപ്പം ഈ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അതിൽ ആദ്യ ചാപ്റ്ററിന്റെ പേര് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ. തേർഡ് ചാപ്റ്റർ ആണ് മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലനവും ചലന നിയമങ്ങളും. 4ാമത്തെ ചാപ്റ്റർ ഏതാണ്? ഗുരുത്വാകർഷണം. ഈ ചാപ്റ്റർ അല്ലേ, ഈ ടെക്സ്റ്റ് ബുക്ക് അല്ലേ മാറിയത്? ഇതിലേത് ചാപ്റ്ററാണ് മാറിയത് എന്ന് ചോദിച്ചാൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഒരു വൈഡായൊരു ചേഞ്ച് ഉണ്ട്. ഞാൻ ഇവിടെ കാണിക്കും, ഒന്ന് നോക്കിയോ, ഒരു സാധനം മാറും. യെസ്, കണ്ടോ മാറിയത്? എന്താ മാറിയത്? യെസ്, ആദ്യത്തെയും 3ാമത്തെയും ചാപ്റ്ററിൽ ചെറിയ മാറ്റങ്ങൾ. നിങ്ങൾ ആദ്യ ചാപ്റ്ററിൽ നോക്കുക. ആ ചാപ്റ്റർ മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെ മാറി? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ള പേരിലേക്ക് മാറി. ക്ലിയർ ആണോ? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. എന്താ പറയേണ്ടത് അറിയാമോ? ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മുടെ 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറേഴ്സ്. ഇതിൻ്റെ ബാക്കിയാണ് ഏത്? നിങ്ങൾ പുതിയ ടെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ആ ചാപ്റ്ററിനെ പറ്റി എനിക്ക് ഇനിയും പറയാനുണ്ട്. ഇത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ലിസ്റ്റാണ്. എല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ 3 ചാപ്റ്റേഴ്സും കറന്റുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. 4ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. 5ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അതായത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ അല്ലേ? ചാപ്റ്റർ നോക്കുമ്പോൾ ആദ്യ ചാപ്റ്റർ എന്താണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ഈ ചാപ്റ്ററിന്റെ അതേ പേരിൽ 10ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ കിടക്കുന്നുണ്ട്, 5ാമത്തെ ചാപ്റ്റർ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ആ ചാപ്റ്റർ അങ്ങനെ തന്നെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണോ? അതെ എന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾ എന്താണോ 10ൽ പഠിക്കേണ്ടിയിരുന്നത് അതിൻ്റെ ബഹുഭൂരിപക്ഷ കാര്യങ്ങളും നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്ററിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഈ ചാപ്റ്ററിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറേഴ്സ്, മിററുകളെ പറ്റി പഠിച്ചു അല്ലേ? ആക്ച്വലി നമ്മൾ 10ലെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്, 10ലെ കാര്യമാണ് പറയുന്നത്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ ലെൻസസ് ആയിരുന്നു. ചാപ്റ്ററിന്റെ പേര് ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിലും ലെൻസുകളെ പറ്റിയും അതിൻ്റെ ഇമേജ് ഫോർമേഷൻ, ഓർമ്മല്ലേ 8ൽ നമ്മൾ വരച്ച കാര്യങ്ങൾ അല്ലേ? കോൺകേവ് മിററും കോൺവെക്സ് ഒക്കെ വെച്ചിട്ട് വരച്ചിരുന്നു. പ്രതിബിംബ രൂപീകരണം, ഇമേജ് ഫോർമേഷൻ. അതേപോലെ 10ാം ക്ലാസ്സിൽ ലെൻസുകളെ പറ്റി പഠിക്കാനുണ്ട്, അതുണ്ടാക്കുന്ന പ്രതിബിംബങ്ങളെ പറ്റി പഠിക്കാനുണ്ട്, ഇമേജ് ഫോർമേഷൻ. പക്ഷേ നമ്മുടെ ആദ്യ ചാപ്റ്റർ ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ ചാപ്റ്ററിൽ എന്തില്ല? ലെൻസുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസോ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ കുറച്ചധികം സിമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ. അതായത്
8ാം ക്ലാസ്സിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലേ തൊട്ടടുത്ത വർഷത്തേക്ക് അതിൻ്റെ നേരെയുള്ള കണ്ടിന്യൂഷനാണ് 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറേഴ്സിൻ്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷനാണ് നമ്മുടെ ഈ വർഷത്തെ ആദ്യ ചാപ്റ്ററായ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. സെറ്റാണോ? ക്ലിയർ ആണോ? ഇനി ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ചിലപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, 10ലെ ചാപ്റ്റർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് കട്ടിയാവുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുകയാണ് മക്കളെ, കട്ടിയായിട്ടില്ല, സിമ്പിളായതാണ്. ഓക്കെ, ഇനി 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പഴയതും പുതിയതും. ചാപ്റ്ററിൻ്റെ പേരിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ പേരിൽ മാത്രമേ മാറ്റമില്ലാത്തുള്ളൂ. പക്ഷെ കണ്ടന്റിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് ഞാൻ 8ലേക്ക് ഒന്ന് കടന്നു പോവാണേ. 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ചാപ്റ്ററാണ് മോഷൻ, ചലനം. അവിടെയാണ് നിങ്ങൾ ആദ്യമായിട്ട് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പഠിച്ചു, ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ പഠിച്ചു അല്ലേ? പ്രവേഗത്തെ പറ്റിയും ത്വരണത്തെ പറ്റിയും റിട്ടാർഡേഷൻ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി തീർച്ചയായിട്ടും 9ാം ക്ലാസ്സിലെ 2ാമത്തെ പുതിയ ചാപ്റ്റർ 2ാം ചാപ്റ്ററിൽ നോക്കിയ സമയത്ത് 8ാം ക്ലാസ്സിൽ നിങ്ങൾ എന്താണോ പഠിച്ചത്, അതായത് എന്താണ് വെലോസിറ്റി, എന്താണ് ആക്സലറേഷൻ, എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, എന്താണ് യൂണിഫോം വെലോസിറ്റി, 8ൽ പഠിച്ച അതേ ഭാഗങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് എവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? 2ാമത്തെ ചാപ്റ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട് മക്കളെ. സിമ്പിളായിട്ട്. എന്നതിന് ശേഷം 9th പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ 2ാമത്തെ ചാപ്റ്ററിന്റെ പേര് എന്ത് തന്നെയാണ്? ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. ഈ 2ാമത്തെ ചാപ്റ്റർ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. അതായത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ വീണ്ടും എവിടെ പഠിക്കും? 9th 2ാം ചാപ്റ്ററിൽ ഒന്നുകൂടെ പഠിക്കും. കൂടാതെ കഴിഞ്ഞ വർഷത്തെ 2ാം ചാപ്റ്റർ ഈ വർഷം കണ്ടിന്യൂ ചെയ്ത് പോരുകയും ചെയ്യും. അതിൻ്റെ ബാക്കി രണ്ടുകൂടി മിക്സ് ആയിട്ടാണ് 8ലെ ഭാഗവും 9ലെ പഴയ ഭാഗവും തമ്മിൽ മിക്സ് ആക്കിയിട്ട് പുതിയൊരു ചാപ്റ്ററാണ് ഏത്? ഇക്വേഷൻസ് ഓഫ് മോഷൻ. കുറച്ചധികം പഠിക്കാനുണ്ട്. ത്വരണം, ആക്സലറേഷൻ, വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി, പ്രവേഗം, സമപ്രവേഗം, അസമപ്രവേഗം, അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ചധികം നിങ്ങളെ എന്താ പറയുക കൺഫ്യൂഷൻ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. 3ാം ചാപ്റ്റർ എന്താണ്? ലോസ് ഓഫ് മോഷൻ ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിലും പുതിയ ടെക്സ്റ്റ് ബുക്കിലും ലോസ് ഓഫ് മോഷൻ തന്നെയാണ്. പക്ഷേ നമുക്ക് ചെറിയൊരു എന്താ പറയുക പേരിൽ മാത്രമാണ് ചേഞ്ച് ഉള്ളത്. ഇത് മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ ആണ്. ഇവിടെ എന്താണ്? ലോസ് ഓഫ് മോഷൻ മാത്രമാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ചാപ്റ്ററിലും കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അടുത്ത ചാപ്റ്റർ ആണ് ഇത് ഗ്രാവിറ്റേഷൻ. നോക്കൂ, പുതിയ ടെക്സ്റ്റ് ബുക്കിലും പഴയ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് തന്നെയാണ്? ഗ്രാവിറ്റേഷൻ. അപ്പോൾ അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ നോക്കിയിരുന്നു, ടെക്സ്റ്റ് ബുക്ക് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കിൽ ഗ്രാവിറ്റേഷൻ കുറച്ച് കട്ടിയായിരുന്നു. ഇത്തവണയും അങ്ങനെ തന്നെയുണ്ട്. നിങ്ങളോട് പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്ത് സാധാരണയായിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ് 9ലെ ടെക്സ്റ്റ് ബുക്ക് കുറച്ച് കട്ടിയാണ്, എക്സ്പെഷ്യലി ഫിസിക്സ്. സോ ഇത്തവണ ചെറിയ മാറ്റങ്ങളുണ്ട് എങ്കിലും അതിൻ്റെ കട്ടിയിൽ വലിയ കുറവൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ഇതിലേക്ക് മാറിയിട്ടുണ്ട്. രസമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഏതൊരു ടെക്സ്റ്റ് ബുക്കും പുതിയ സിലബസിലേക്ക് മാറുന്ന സമയത്ത് ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ പല കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇനി മറ്റൊരു കാര്യം പറയുകയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ 10ലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പിന്നെയും മാറും. 10ൽ നിങ്ങൾ 9-ലെത്തിയപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ്. നിങ്ങൾ 10ലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കും? പുതിയ ടെക്സ്റ്റ് ബുക്ക് എത്തുക കേട്ടോ. വിദൂര സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ +1 പോകുമ്പോൾ അവിടെയും ടെക്സ്റ്റ് ബുക്ക് മാറാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അത് കൺഫേം അല്ല, പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ എല്ലാ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ നമ്മുടെ ഏഗൺ ആപ്പിൻ്റെ കാര്യം ഞാൻ ഒന്ന് സൂചിപ്പിക്കേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററും വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളിതാ ഏഗൺ ആപ്പിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ചാപ്റ്റർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. സോ എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, നമ്മുടെ ആപ്പ് ഇപ്പം ഫ്രീ ആണ്. ആദ്യ 14 ദിവസം ഫ്രീ ആണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ആപ്പ് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. ഏഗൺ അടിച്ചാൽ മതി, ഏഗൺ ലേണിംഗ് ആപ്പ് കിട്ടും. സോ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് രസകരമായ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. സോ ഞങ്ങളെ കൂടെ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് മാത്രമേ ഉള്ളൂ. താഴെ ഒരു സംഭവം ഡിസ്ക്രിപ്ഷൻസ് ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു സ്കോൾ പോകുന്നുണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്ര രൂപയാണ്, എന്ത് ചെയ്യണം എന്നൊക്കെ. സോ ഇപ്പോൾ തന്നെ വിളിക്കുക, അഡ്മിഷൻ ബുക്ക് ചെയ്യുക. 14 ദിവസം ഫ്രീ ആയിട്ട് ക്ലാസ് കാണാം. ശേഷം നിങ്ങൾ ഉറപ്പാണ് ഞങ്ങൾ കൂടെ വരും. അത്രയും ക്വാളിറ്റിയിലുള്ള ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഏഗണിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം എന്ത് ചെയ്യാണ്, ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ തോന്നുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. സോ സീ യു നെക്സ്റ്റ് സെഷൻ. ബൈ.